പലപ്പോഴും ബോച്ചയുടെ കൂടുതലായിട്ട് വിമർശനം വരുന്നത് ഈ സംസാര ശൈലിയാണ്. അതായത് രണ്ടർത്ഥം വെച്ചുള്ള സംസാരം, ഡബിൾ മീനിങ് രീതിയിലുള്ള സംസാരം. ഈടായിട്ട് തന്നെ ഒരു ഉദ്ഘാടന വേദിയിൽ വെച്ചിട്ട് ഒരു നടിയെ, ഹണി റോസ് എന്ന നടിയെ ഈ കുന്തി ദേവിയായിട്ട് അഭിസംബോധന ചെയ്തു എന്നുള്ള രീതിയിൽ കുറേ വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്നത് പൊതുവേദിയിൽ വെച്ചിരുന്ന ശരിയാണോ? അങ്ങനെ രീതിയിൽ എന്താ ഓരോരുത്തര് ഞാൻ നടീന്നേ പറഞ്ഞോളൂ, വെടിയെന്ന് പറഞ്ഞിട്ടില്ലേ. പക്ഷെ ആൾക്കാര് ഇൻഡയറക്ട്ലി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചൊടുക്കുകയാണ്. അവര് ഒരു സ്ത്രീയാണ്, അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല. ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും, ബോച്ചെ അവിടെ ഹണി റോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണോ, ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ചത്, എങ്ങനെ കിട്ടോ, എത്ര, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നെസ്സും ഇല്ല. എനിക്ക് എൻ്റെതായ ഫ്രണ്ട്സ്, എൻ്റെതായ ഒരു മേഖലയുണ്ട്. അപ്പോൾ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു, അവർക്ക് അവരുടേതായ റെമ്യൂണറേഷൻ കൊടുക്കുന്നു. മാത്രമല്ല അങ്ങനെ ഒരു ചിന്തയുണ്ട്, ഈ നടിമാരൊക്കെ പ്രശ്നക്കാരാണ്, എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്നുള്ള പോലെ ഒരു ചിന്ത, അതൊക്കെ തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടേതായ മാന്യതയും കാര്യങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ പ്രൊഫഷനുണ്ട്, അവരുടേതായ വരുമാനമുണ്ട്, കാര്യങ്ങളുണ്ട്. അല്ലാതെ ഈ വക പരിപാടിയായിട്ട് നടക്കാന്നൊരു എപ്പോഴെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ അറിവില് ഈ പറയുന്ന പോലെയുള്ള ഒരു ചിന്തയല്ല, തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ പോലെ കുന്തി ദേവിയാണ് ഉദ്ദേശിച്ചത്. ഞാൻ കുന്തി ദേവിയെ വർണ്ണിച്ച് കുന്തി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട്, കഥയും കാര്യങ്ങളും വ്യക്തിത്വമൊക്കെ ആയിട്ട് ഞാൻ വർണ്ണിച്ചു. പിന്നെ എന്താ പറയാ, ഈ വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ, അക്ഷരങ്ങളൊന്നും. നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങളൊക്കെ അല്ലേ വാക്യത്തിൽ പ്രയോഗിക്കുക, അങ്ങനെ എഴുതുക, അങ്ങനെ പിരിച്ചെഴുതുക, കൂട്ടി എഴുതുക, ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ്. അപ്പൊ ഇതില് മോശമായ തമാശ പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. കുന്തി ദേവി എന്ന് പറഞ്ഞ ഒരു ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ, ശരിക്കും അങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഓപ്ഷൻ ഉണ്ട്. ഞാൻ എൻ്റെ സ്റ്റാർ ജെമിനിയാണ്. ജെമിനി എന്ന് പറയുമ്പോൾ ഡ്യുവൽ ക്യാരക്ടറാണ്. ഇന്നത്തെ മൂഡല്ല നാളത്തെ മൂഡ്, ഡിഫറെന്റ് റോളിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട് എന്നിൽ, ഇങ്ങനെ എടുക്കാം, അങ്ങനെ എടുക്കാം, എങ്ങനെ വേണേ എടുക്കാം. ചിരിക്കാൻ താല്പര്യമുള്ളവർ, കൂളാവുന്നവർ, ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, എന്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനെ എടുക്കാം. സീരിയസ് ആയിട്ടുള്ളവർക്കൊക്കെ മറ്റേ അർത്ഥത്തിൽ എടുക്കാം. എന്നെ ചീത്ത പറയാം, ഒരുപാട് പേര് അപ്രിഷിയേറ്റ് ചെയ്യുന്ന, എൻജോയ് ചെയ്യുന്ന എൻ്റെ വീഡിയോ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ. ഇപ്പം ഇന്നലെ ഒരു വീഡിയോ ഇട്ടത് ഇന്ന് 30 ലക്ഷത്തോളമായി. ഒക്കെ പോസിറ്റീവാണ്. ഒരു 10 പേര് അവിടെ നെഗറ്റീവ് ഇട്ടിട്ടുണ്ട്. അത് അവര് ഫേമസ് ആവാനാവാം, അല്ലെങ്കിൽ അവര് പുണ്യാളന്മാരായതുകൊണ്ടാവാം, പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അപ്പൻ ഉണ്ടായതല്ലേ, എനിക്കറിയുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് ആ സ്റ്റേജിൽ നിന്ന് അങ്ങനെ പറയുമ്പോൾ ഇതിന് വേറൊരു അർത്ഥം കൂടിയും വരാൻ ചാൻസ് ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ വേറെ അർത്ഥത്തിൽ പ്രചരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? ഉണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയുമ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്. കുറെ പേര് ഇങ്ങനെ എടുക്കും, കുറെ പേര് അങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്കറിയാം. എന്നോർത്തിട്ട് ഇപ്പൊ നമ്മള് സിനിമ വരുമ്പോ കണ്ടിട്ടില്ലേ, തമാശ പടങ്ങളുണ്ട്. ഏതെന്നുള്ളൊരു സിനിമയില് ഭയങ്കര തെറി പറയുന്നു, ചുരുളി. അപ്പോ തമാശ പടമുണ്ട്, സീരിയസ് പടമുണ്ട്. അത് ഓരോരുത്തരുടെ ചോയ്സാ. ഏത് തിയേറ്ററിൽ ഏത് സിനിമ കാണണം എന്നുള്ള ഒരു ചോയ്സാ. ഇവിടെ വലിയ ചോയ്സാണ്. ടിക്കറ്റ് എടുക്കാണ്ട് ഇടയ്ക്ക് ഷോർട്ട് ഫിലിം കാണാം, ചിരിക്കാം, സന്തോഷിക്കാം. അങ്ങനെയുള്ളവർക്ക് വെൽക്കം. അതാണ്.